കഴിച്ചു വെച്ച എനിക്ക് ഇറങ്ങുന്നില്ല മോളെ. അച്ഛൻ എന്തിനാ കരയണേ? ഞാൻ നിന്റെ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു മോളെ. ഒരു ദിവസമെങ്കിലും എന്നെ തല്ലുകൊള്ളാതെ അവള് കഞ്ഞി കുടിക്കത്തില്ല. അവള് ചത്തുപോയി. എന്റെ മോക്കാ ഗതി ഉണ്ടാകരുത്. എത്രയും വേഗം ആർക്കെങ്കിലും എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു കൊടുക്കും, എങ്കിലേ എനിക്ക് സമാധാനാവും. അവനുണ്ടോ? അവൻ കഴിച്ചു. ഇതൂടെ അവന് കൊടുത്തേ. നാളെ അവൻ വലിയൊരു പണിക്കാരനാവും. വഴിയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഞാൻ അങ്ങനെയല്ല അവനെ വളർത്തിയത്. സ്വന്തം മകനെ പോലെയാ. മോള് പോയി ചോറുണ്ട്, ഇതാ അവന് കൊടുത്തേക്കും. ഒരു കാര്യമില്ലാന്ന് വൈകുന്നേരം വരെ വിറ്റ 10 പൈസ ലാഭം കിട്ടും. വെയിലുണ്ട് ലാഭം. നമുക്ക് സൈനിക കുട്ടിയെ കണ്ടില്ല എവിടെ? ഞമ്മള് പുരേന്ന് ഇറങ്ങിയാൽ ഓൾ ഉടനെ ആടിനെ വയ്ക്കാനിറങ്ങി. അതുപോലെ ഞമ്മള് മടങ്ങി വരുമ്പോ ഓള് മടങ്ങി വരീതി. അന്റെ പുകലുണ്ട? എന്റെ വീട്ടിൽ എന്ത് വല്ല വിരുന്നുകാരൻ വന്നിട്ടുണ്ടോ? ജാന എങ്ങനെ അറിഞ്ഞു? അതൊക്കെ അറിഞ്ഞു. എനിക്കറിയാം, കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കല്ലേ കൊച്ചു കണ്ണി. അത് പോട്ടെ എപ്പോഴാ കല്യാണം? നിനക്കറിയില്ല അല്ലേ? ഞാൻ കണ്ടിട്ടുകൂടില്ലാട്ടോ. അതെനിക്കറിയാം. നായരെ, കടുപ്പത്തിന് മധുരം കൂട്ടിയൊരു ചായ. ചായ ഇല്ല. അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള വരിപ്പിക്കണ്ട. നായരറിഞ്ഞില്ലേ, കൂട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു. ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നത് നായരുടെ കാശ് ദേ ഇങ്ങനെ മേശപ്പുറത്ത് ഇരിക്കുന്നുണ്ടാവും. പുതിയ സിനിമാ കോട്ടയെ തുറന്ന? ഓ നന്നായി. നായർ കേൾക്കണ, നമ്മൾ ഇന്നാളൊരു സിനിമ അതിലൊരുത്തണ്ടല്ല, ഇത്തിരി തലയായിട്ട്. പേരെന്തായിരുന്നു? രാവണൻ. ഓനിങ്ങോട്ട് വരലും ഒരു ചവിട്ടും ഒരു കുത്തും. എന്റെ നായരെ നമ്മള് പള്ളേന്നൊന്ന് കാളിപ്പോയിട്ട. ഓന്റെ കയ്യിൽ എന്തോന്നുണ്ടല്ല, ഒരു വെറും കൊള്ളിയല്ലേ ഗത. എന്ത് ഗത? ഗത. നായര് മൂന്ന് ഇത്തിരി തലയാണ്. 10. ഈ പണി ചെയ്യുന്നതിൽ ഇപ്പൊ ചങ്ങാതിന് മുടിവെട്ടായിരുന്നു നല്ലത്. ഒറ്റയടിക്ക് 50 രൂപ കിട്ടും. ജാനോർത്തെ എന്തുവാടാ? പുതിയ സിനിമയുടെ നോട്ടീസ് വരുന്നുണ്ട്. ചണ്ടിയും മേലെ ഒക്കെ ആയിട്ട് വരുന്നേ. നമുക്ക് പോവാം. ഇത് നല്ല സിനിമയായിരിക്കും. എനിക്ക് പോണമെന്നുണ്ട്. അച്ഛനോട് ചോദിച്ചു നോക്കാം. വെറുതെ എന്തിനാ തല്ലുകൊള്ളാനും? നിനക്ക് വേറെ ജോലിയില്ലടാ. പാടത്ത് പോയിക്കോട്ടെ.
കൊട്ടാൻ നടക്കും. ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പല്ലേ സാറേ, പെട്ടെന്ന് അങ്ങനെ നിർത്തിയാലോ? അതിനെ പാടത്ത് പോയി കൊട്ടാൻ പറഞ്ഞു. നിനക്കൊക്കെ വേറെ പുഴപ്പറയില്ലടാ. നിന്റെ പേരെന്തുവാടാ? എല്ലാരും വിളിക്കുന്ന അപ്പൂന്നാ. വരട്ടെ വരട്ടെ. കൊച്ചുകള്ളി പൂച്ച കണ്ണടച്ചിട്ടാ പാൽ കുടിക്കുക. അല്ല ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അന്തിയോളം കൂകി വിളിച്ച് കൊട്ടി നടന്നിട്ട് 5 റുപ്യേ എനിക്ക് വേണ്ട. നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. ചെണ്ടയുടെ വാടക ആര് കൊടുക്കും? ഇപ്പോഴേ തരാൻ നോക്കൂ. പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട, ഒരു പുല്ലും വേണ്ട. ഞാൻ കാണിച്ചു തരാം. അവന്മാര് മഹാകള്ളന്മാരാ. എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല. നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്ന പോരായിരുന്നോടാ? ഇല്ലെങ്കിൽ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം. എന്റെ പൊന്നാശാനെ, ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചു തരണം. ആ നീ വാ. അമ്മണി നിനക്ക് അന്തോണിയില്ലേ? അന്തോണിയില്ലേടി അവിടെ? ഇല്ല, പുറത്തേക്ക് ഉച്ചവരുണ്ടോ? ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാരം വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിര് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? സുമാർ ഒരു 6-7 വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് 10-16 വയ്ക്കും. എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസം ആവും പണി എന്താ വേണ്ടത്? ഒരു ചായ ഇട്. ചായ? ഈ പടത്തിന്റെ പേരെന്താ? വായിച്ചു നോക്കടാ.